ഹലോ, ഇന്ന് നമുക്കൊരു ഹെൽത്തി മസാല ദോശ ആക്കിയാലോ. അപ്പോൾ ഒരു സാധാരണ മസാല ദോശയല്ല, ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, കണ്ടു നോക്കാം. അപ്പോൾ ഞാനൊരു കട്ടി ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് കടുക് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചി പച്ചമുളകൊക്കെ നല്ല മൂത്ത് വരണം. ഇതിലേക്ക് നമ്മൾ കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു വലിയൊരു സവാള ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം. ഒരു ഗോൾഡൻ കളറായിട്ട് വരണം സവാള. ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പെരിഞ്ജീരകമാണ്. ഞാൻ ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ മസാലയുടെ മെയിൻ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടുതൽ മസാലാസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ സിമ്പിൾ ബട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ആക്കണമെങ്കിൽ, ഒതൻറ്റിക് ടേസ്റ്റ് വരണമെങ്കിൽ ഇങ്ങനെയാണ് ആക്കേണ്ടത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വീണ്ടും നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. ആ മഞ്ഞളുടെ പച്ച ടേസ്റ്റൊക്കെ മാറണം. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. പൊട്ടാറ്റോയിൽ ഞാൻ ഓൾറെഡി ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് നന്നായിട്ട് കറിവേപ്പില ആഡ് ചെയ്യണം കേട്ടോ. അത് മെയിനാണ്, അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് ഉടച്ച് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. മസാല ദോശയുടെ ഫില്ലിങ് ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഫില്ലിങ്, ബട്ട് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരു ടെക്സ്ചറിലാണ്, വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല, ഡ്രൈ ആയിട്ടായിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ ദോശേൻ്റെ ബാറ്റർ എടുക്കാം. ഇപ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഞാൻ നല്ല ഒരു കാസ്റ്റ് അയണിൻ്റെ കല്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇഡ്ഡലി ബാറ്റർ ഉണ്ടല്ലോ, അത് എടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ ഇതിലേക്ക് ഈ നവധാന്യ പൊടി ഉണ്ടല്ലോ, നമ്മുടെ മില്ലറ്റിൻ്റെ മിക്സാണിത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 to 15 മില്ലറ്റ്സ് ഒന്നിച്ച് വറുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, നമുക്ക് ദോശയാക്കാനുള്ള കൺസിസ്റ്റൻസിയിൽ ആക്കിയിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ദോശയാക്കുന്നത്. അപ്പം നമ്മുടെ ദോശ ഭയങ്കര ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ വെറും അരി വെച്ചിട്ടുള്ളതല്ല, അരീൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ തവി അരി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അരിമാവ് എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതുപോലെ ഒരു സൈഡിലേക്ക് ആക്കി കൊടുക്കുക. അപ്പം ദോശ നല്ലതായിട്ട് മൊരിയണം കേട്ടോ, അപ്പോഴേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. കുറച്ചധികം സമയം അത് തവയിൽ വെക്കണം. എന്നിട്ട് രണ്ട് സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നല്ല ആവശ്യത്തിന് കുറച്ച് എണ്ണയും അതുപോലെ തന്നെ മുകളിൽ ഇതുപോലെ നെയ്യ് തൂവി കൊടുക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ ഫ്ലിപ്പ് ചെയ്തിട്ട് മറുഭാഗത്തും ഇതുപോലെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും ഇടണം. അപ്പോൾ നമ്മുടെ ക്രിസ്പി അതുപോലെ ടേസ്റ്റി മസാല ദോശ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്